ശബരിമല സ്വർണ്ണക്കൊള്ള ഉന്നയിച്ച നിയമസഭയിൽ വീണ്ടും പ്രതിപക്ഷ പ്രതിഷേധം. ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം പ്ലക്കാർഡുകളുമായി നടുത്തളത്തിലിറങ്ങി. തന്ത്രിയെ തെളിവില്ലാതെ ജയിലിൽ അടച്ചുവെന്ന് കെ ബാബു MLA ആരോപിച്ചു. കെ ബാബുവിന്റെ പ്രസ്താവന കോടതിയലക്ഷ്യമെന്നും അത് സഭാരേഖകളിൽ നിന്ന് നീക്കണമെന്നും മന്ത്രി പി രാജീവ് ആവശ്യപ്പെട്ടു. തന്ത്രിക്ക് എന്ത് പ്രത്യേകതയാണുള്ളതെന്ന് മന്ത്രി MP രാജേഷ് ചോദിച്ചു. പ്രധാനപ്പെട്ട പ്രതികളെല്ലാം ഇന്ന് ജയിലിന് പുറത്താണ് സാർ. അതോടൊപ്പം തന്നെ ആചാര ലംഘനത്തിൽ ഗവൺമെൻറ് നിലപാടിൽ അനുകൂലിച്ചില്ല എന്നുള്ളതിൻ്റെ പേരിൽ ശബരിമല തന്ത്രിയെ അനാവശ്യമായി 40 ദിവസം ജയിലിൽ അടയ്ക്കുകയുണ്ടായി. സാർ, അദ്ദേഹത്തെ കോടതി പറഞ്ഞിട്ടുള്ളത് തെളിവിൻ്റെ ഒരു കണിക പോലും അദ്ദേഹത്തിൻ്റെ പേരിലുണ്ടായ ആക്ഷേപങ്ങളിൽ ഇല്ല എന്നുള്ളതാണ്. സാർ, അതുപോലെ തന്നെ അയ്യപ്പ സംഗമം നടത്തിയതിലൂടെ വലിയ സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നതായി ദേവസ്വം ബോർഡ് നിയോഗിച്ച ഓഡിറ്റർ ഹൈക്കോടതി കൊടുത്ത റിപ്പോർട്ടിലൂടെ തന്നെ തെളിഞ്ഞിരിക്കുകയാണ്. സാർ, ഏറ്റവും ഒടുവിൽ ആണ് ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട കേസ് സുപ്രീം കോടതി വന്ന് ആ കാര്യത്തിൽ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ആചാര ലംഘനത്തെ അനുകൂലിക്കുന്ന വിധത്തിലുള്ള സംശയാസ്പദമായ അങ്ങേയറ്റം വിശ്വാസികളെ വഞ്ചിക്കുന്ന ഒരു നിലപാടാണ് ഗവൺമെന്റ് സ്വീകരിച്ചത്. സാർ, അതുകൊണ്ട് ഗവൺമെന്റിന്റെ ഈ നിലപാടിൽ പ്രതിഷേധിച്ച് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഞങ്ങൾ സഭാ നടപടികളിൽ നിസ്സഹകരിച്ചു വരികയാണ്. ഇന്നും ഞങ്ങൾ സഭാ നടപടികൾ സഹകരിക്കില്ല എന്നറിയിക്കാൻ ഞാൻ. എന്താണ് സാർ പ്രതിപക്ഷത്തിന്റെ നിലപാട്? തന്ത്രിയെ ഒഴിവാക്കണം എന്നതാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട്. സാർ, തന്ത്രിക്ക് ശബരിമലയിലെ സ്വർണ്ണക്കേസ് കൊള്ളക്കേസിലെ പ്രതികളിൽ ഒരാളായ തന്ത്രിക്ക് എന്ത് വിശേഷമാണുള്ളത്? സാർ, പ്രതിയാണ് എന്ന് മറ്റെല്ലാ പ്രതിയെയും പോലുള്ള അവകാശമേ തന്ത്രിക്കുമുള്ളൂ. തന്ത്രിക്ക് എന്ത് പ്രത്യേക അവകാശമാണുള്ളത്? സാർ, തന്ത്രിക്ക് 2 വക്കീലന്മാർ പുറത്തുണ്ട്. സഭയ്ക്ക് പുറത്ത് 2 വക്കീലന്മാരുണ്ട്. BJPയും ഉണ്ട്, UDFും ഉണ്ട്. സഭയ്ക്കകത്ത് BJP ഇല്ലാത്തത് കൊണ്ട് ആ BJPക്ക് വേണ്ടി കൂടിയുള്ള വക്കാലത്ത്, തന്ത്രിയുടെ വക്കാലത്ത് പ്രതിപക്ഷം ഏറ്റെടുത്തിരിക്കുകയാണ്, UDF ഏറ്റെടുത്തിരിക്കുകയാണ്. വാജിവാഹന ക്രമക്കേട് ഉയർത്തിയായിരുന്നു ഭരണപക്ഷത്തിന്റെ പ്രതിരോധം. സോണിയാഗാന്ധിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒപ്പമുള്ള ചിത്രവും ഭരണപക്ഷം ഉയർത്തി. തീരുമാനം തുടർച്ചയായ പ്രതിപക്ഷ പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിൽ സഭാ നടപടികൾ ഗില്ലറ്റിൻ ചെയ്യാൻ ധാരണ. നിയമസഭ നാളെ പിരിയും. ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. ഉമേഷ്, ആ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണോ? പ്രഭിത, സ്മിത, ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ്. ഇപ്പോൾ കുറച്ചുകൂടി കടുത്തിട്ടുണ്ട് പ്രതിഷേധം. കാരണം ആദ്യം ചോദ്യോത്തരവേളയിൽ പ്രതിപക്ഷം നടുത്തളത്തിലായിരുന്നു, സഭാ നടപടികളുമായി സഹകരിക്കുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ സ്പീക്കറുടെ മുന്നിൽ സ്പീക്കറുടെ മുഖം മറച്ചുകൊണ്ട് പ്ലക്കാർഡുകൾ ഉയർത്തിക്കൊണ്ടുള്ള പ്രതിഷേധമാണ്. ആ പ്രതിഷേധം കുറച്ചുകൂടി കടുപ്പിച്ചുകൊണ്ട് സ്പീക്കറുടെ ചേംബറിന് മുന്നിലേക്ക് വരെ എത്തിയിരിക്കുന്നു. അതേ രീതിയിൽ പ്രതിഷേധം തുടരുകയാണ്. ഇന്ന് അടിയന്തര പ്രമേയം ഉണ്ടായിരുന്നില്ല. പ്രതിപക്ഷം അടിയന്തര പ്രമേയം അവതരിപ്പിക്കാൻ തയ്യാറായിരുന്നില്ല. പകരം ഇപ്പോൾ കോളിംഗ് അറ്റൻഷനിലേക്ക് കടന്നെങ്കിലും പ്രതിപക്ഷം സഭാ നടപടികൾ തടസ്സപ്പെടുത്താനുള്ള നീക്കമാണെന്നാണ് മനസ്സിലാക്കുന്നത്. ചോദ്യോത്തരവേള കഴിഞ്ഞതോടുകൂടി പ്രതിപക്ഷം ഇപ്പോൾ സ്പീക്കറുടെ മുന്നിലേക്ക് എത്തുന്നു. സ്പീക്കറുടെ മുഖം മറച്ചുകൊണ്ട് പ്ലക്കാർഡുകൾ ഉയർത്തിയുള്ള പ്രതിഷേധത്തിലാണ് ഇപ്പോൾ തുടരുന്നത്. എന്തായാലും ഇന്ന് പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ ഉപനേതാവും സഭയിൽ ഉണ്ടായിരുന്നില്ല. പകരം കെ ബാബുവാണ് ഇതുമായി ബന്ധപ്പെട്ട സഭാ നടപടികളുമായി സഹകരിക്കുന്നില്ല എന്നുള്ള അറിയിപ്പ് നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് അറിയിച്ചത്. അതേസമയം അതിൽ നിന്ന് ശക്തമായ പ്രതികരണമാണ് മന്ത്രിമാരുടെ ഭാഗത്തുനിന്നുണ്ടായത്. MP രാജേഷ് അടക്കമുള്ളവർ പറഞ്ഞത് സഭയ്ക്ക് പുറത്ത് തന്ത്രിക്ക് വേണ്ടി 2 വക്കീലന്മാരുണ്ട്. അത് BJPയും കോൺഗ്രസുമാണ്. എന്നാൽ സഭയ്ക്കകത്ത് BJP ഇല്ലാത്തത് കൊണ്ട് തന്നെ വക്കാലത്ത് മുഴുവൻ എടുത്തിരിക്കുന്ന വക്കീലായി മാറിയിരിക്കുകയാണ് UDF. BJPയുടെ അതേ വാക്കുകളാണ് തന്ത്രിയുമായി ബന്ധപ്പെട്ട് ഉയർത്തുന്നത്. എന്തായാലും അന്വേഷണം നീണ്ടുപോയാൽ അത് ഡൽഹിയിൽ വരെ എത്തുമെന്നായിരുന്നു KN ബാലഗോപാലിന്റെ പ്രതികരണം. എന്തായാലും ചരട് കെട്ടിയവർ അടക്കമുള്ളവർ അന്വേഷണ പരിധിയിൽ വരുമെന്നുള്ള മുന്നറിയിപ്പും എന്തായാലും KN ബാലഗോപാൽ നൽകി. ഇപ്പോൾ മുഹമ്മദ് റിയാസ് ശ്രദ്ധ ക്ഷണിക്കലിൽ മറുപടി പറയുകയാണ്. ഒരു ഭാഗത്ത് പ്രതിപക്ഷം പ്രതിഷേധം തുടരുന്നു. അതേസമയം നാളെ സഭാ നടപടികൾ വെട്ടിച്ചുരുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. നാളെയോടുകൂടി ഈ സഭാ സെഷൻ, അതായത് ബഡ്ജറ്റ് സെഷൻ അവസാനിപ്പിക്കാൻ പോവുകയാണ്. മാർച്ച് 26 വരെ ബഡ്ജറ്റ് സെഷൻ നേരത്തെ ഷെഡ്യൂൾ ചെയ്തിരുന്നു. കാര്യോപദേശ സമിതി അതുമായി ബന്ധപ്പെട്ട വിഷയം ഇന്ന് ചർച്ച ചെയ്തു. പ്രതിപക്ഷം സഭാ നടപടികളുമായി സഹകരിക്കാത്ത സാഹചര്യത്തിൽ ഇനിയും സഭാ നടപടികൾ നീട്ടിക്കൊണ്ടുപോയിട്ട് കാര്യമില്ല എന്നുള്ള ഒരു ധാരണയിലേക്ക് എത്തി. അതിന്റെ അടിസ്ഥാനത്തിൽ നാളെ സഭ പൂർണ്ണമായി ബഡ്ജറ്റ് സെക്ഷൻ പൂർണ്ണമായി അവസാനിപ്പിച്ച് സഭാ നടപടികളുടെ ബില്ലുകളടക്കം ഒരു ദിവസം കൊണ്ട് പാസാക്കി സഭാ നടപടികൾ പൂർണ്ണമായി അവസാനിപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കാര്യോപദേശ സമിതി ചർച്ച ചെയ്ത് അതിൽ തീരുമാനമായിട്ടുണ്ട്. പ്രഭിത, സുസ്മിത.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.